ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കുട്ടനാടൻ കഥ. ഒരിക്കൽ രണ്ട് മദ്യപാനികൾ വഞ്ചി തുഴഞ്ഞ് കള്ളിഷാപ്പിലേക്ക് പോയി. ഷാപ്പിനടുത്തെത്തിയപ്പോൾ വള്ളം കരയ്ക്കടുപ്പിച്ച് ഒരു തെങ്ങിൽ കയറുകൊണ്ട് കെട്ടിയിട്ടതിന് ശേഷം സുഹൃത്തുക്കൾ രണ്ടുപേരും ഷാപ്പിനകത്തേക്ക് കയറി. രാത്രി വളരെ വൈകുവോളം മദ്യപിച്ചിരുന്ന അവർ ഒടുവിൽ ലഹരി തലയ്ക്ക് പിടിച്ച അവസ്ഥയിൽ വീട്ടിലേക്ക് മടങ്ങാൻ പുറത്തിറങ്ങി. ആടി നടന്ന് ഒരുവിധം വഞ്ചി കണ്ടെത്തി അതിൽ കയറിയിരുന്നു. രണ്ടുപേരും തുഴയെടുത്ത് ആവേശത്തോടെ തുഴയാൻ തുടങ്ങി. എത്ര തുഴഞ്ഞിട്ടും അവർക്ക് വീടിനടുത്തെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ നേരം പുലർന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. വഞ്ചി ഇപ്പോഴും ഷാപ്പിനടുത്തുള്ള കടവിൽ തന്നെ. കാരണം അതിനെ തെങ്ങിൽ കെട്ടിയിട്ടിരുന്ന കയർ അഴിക്കാതെയായിരുന്നു അവർ തുഴഞ്ഞുകൊണ്ടിരുന്നത്. ഈ കഥയിലെ നായകരുടെ സ്ഥാനത്ത് നമ്മളും പലപ്പോഴൊക്കെ കടന്നു വരാറുണ്ട്. പക്ഷെ അത് നാം തിരിച്ചറിയുന്നില്ല. കഠിനമായി അധ്വാനിച്ചിട്ടും പലർക്കും ജീവിതത്തിൽ ഒരിടത്തും എത്തിപ്പെടാൻ കഴിയാത്ത അനുഭവങ്ങളില്ലേ? എത്ര കഷ്ടപ്പെട്ടാലും മുന്നോട്ട് പോകാത്ത പ്രസ്ഥാനങ്ങളും വ്യക്തികളും നമുക്കിടയിലുണ്ട്. അധ്വാനവും പ്ലാനിങ്ങും അനുഭവജ്ഞാനവുമൊക്കെ വ്യർത്ഥമായി പോകുന്ന അവസ്ഥ. ആ മദ്യപാന്മാർക്ക് രാത്രി കാലങ്ങളിൽ വഞ്ചി തുഴഞ്ഞ് നല്ല അനുഭവജ്ഞാനമുള്ളവരായിരുന്നു. അവർ കഠിനമായി അധ്വാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയാത്ത വിധം വഞ്ചി ബന്ധിക്കപ്പെട്ടിരുന്നു. ഈ തരത്തിലുള്ള ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. പലപ്പോഴും മാനസിക തലങ്ങളിലുള്ള ബന്ധനങ്ങളായിരിക്കും. ഭൗതിക തലങ്ങളിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. നാം തന്നെ വളർത്തിയെടുത്ത നമ്മുടെ ചില ശീലങ്ങൾ പോലും നമ്മളെ ഇന്ന് തടവറയിലാക്കിയിട്ടില്ലേ? ചായ കുടിച്ചില്ലെങ്കിൽ, ഇഷ്ടപ്പെട്ട കറിയില്ലെങ്കിൽ, പത്രം വായിച്ചില്ലെങ്കിൽ, സീരിയൽ കണ്ടില്ലെങ്കിൽ നാം എന്തിനാണ് ഇത്രയും അസ്വസ്ഥമാകുന്നത്? ചിലതൊക്കെ കാണാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയും ആന്തരിക സ്വാതന്ത്ര്യമില്ലായ്മയുടെ ലക്ഷണം തന്നെ. നമ്മുടെ ചിന്തകളെയോ ഭാവനകളെയോ പോലും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും ചിന്തകൾ നമ്മെ വലിച്ചു കൊണ്ടുപോകുന്നു. ആഗ്രഹിക്കാത്ത തെറ്റുകൾ പോലും വീണ്ടും വീണ്ടും ചെയ്തു കൂട്ടുന്നു. ഈ ആന്തരിക അടിമത്തത്തിൽ നിന്നും രക്ഷ നേടുന്നവനെ ഭൗതിക തലത്തിലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ.